നിക്ക. എടുത്തേനെ വിട്. നീ ആരുടെ കൂടെ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ ഏട്ടന്റെ ഭാര്യയല്ല, ഞാനാ. തീരുമാനമൊക്കെ നീ തന്നെ അയക്കോ, പക്ഷെ അത് ഇവന്റെ കൂടെ ജീവിക്കണോ എന്നുള്ളതാവരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. വിടാനല്ലേ പറഞ്ഞത്? ഈ സന്ദർഭം ഉണ്ടാവാതിരിക്കാനാ നിന്നോട് മാന്യമായി തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞത്. നീ എന്ത് കണ്ടിട്ട് ഇവന്റെ കൂടെ പോകാൻ നോക്കുന്നേ? നിന്നെ, നിന്റെ അച്ഛനെ അടക്കം ഇവിടെയുള്ള എല്ലാവരെയും ചതിച്ചവനെ ഇവൻ. ഈ നിൽക്കുന്ന നിന്റെ ഏട്ടനെ പിടിച്ചോണ്ടുപോയി ഉപദ്രവിച്ചു. നിന്റെ ഏട്ടൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത നീ എന്തിനുള്ള പുറപ്പാടാ? നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഈ നിൽക്കുന്നവന്റെ മുഖഭാവം നീ ഒന്ന് നേരെ ശ്രദ്ധിച്ചാ നിനക്ക് മനസ്സിലാവും ഈ കാണുന്നൊന്നും അല്ല ഇവനെന്ന്. ഇത്ര ആളുകൾ നിൽക്കുന്നിടത്ത് നീ അവനെ മാത്രമേ കാണുന്നുള്ളൂ, സ്നേഹിക്കുന്നുള്ളൂ. ആ നിൽക്കുന്ന നിന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്ക്. സ്വന്തം മോള് കാരണം മറ്റുള്ളവരുടെ മുമ്പില് തലകുനിച്ച് നിൽക്കുന്നതാണ്ടോ? തകർന്നു നിൽക്കുന്ന നിന്റെ ഏട്ടന്മാരെ കണ്ടോ? അതൊന്നും കാണാതെ ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ എവിടെയൊക്കെ ഇറങ്ങിപ്പോ നിൽക്കുന്നേ? പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം മനസ്സിലാക്കിക്കാനും നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനും അറിയാൻ പാടില്ലാത്തോണ്ടല്ല ഇവിടെ ആരും ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ. അതോർത്ത് വേണം നീ പറയാനും ചെയ്യാനും. എന്റെ നല്ല ജീവിതത്തിന് തന്നെയാ ഞാൻ ധനുഷിന്റെ കൂടെ പോകുന്നത്. നാളെ ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതം കണ്ട് അച്ഛനും ഏട്ടന്മാര് സന്തോഷിക്കും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ധനുഷ്, നമുക്ക് പോവാം. സ്നേഹ, അർച്ചന മാഡം പറഞ്ഞതിലും കാര്യമുണ്ട്. സേതു സാറും നിന്റെ ആംഗ്ലമാരെ നിൽക്കുന്ന നീ കണ്ടില്ലേ? സാർ കണ്ടോ? ഞാൻ വിളിക്കാതെ തന്നെ സാറിന്റെ മോൾ എന്നോടൊപ്പം വരാൻ തയ്യാറായത്.